ഹൈക്കോടതി നൽകിയ സമയപരിധി ഇന്നലെ അവസാനിച്ചതോടെ പലയിടത്തും ഫ്ലക്സ് ബോർഡുകൾ നീക്കം ചെയ്തു കഴിഞ്ഞു. പാതയോരത്തെ ഫ്ലക്സ് ബോർഡുകൾ നീക്കം ചെയ്യാനും ഫ്ലക്സ് സ്ഥാപിക്കുന്നവരിൽ നിന്ന് പിഴ ഈടാക്കാനും കർശന നിർദ്ദേശമാണ് ഹൈക്കോടതി നൽകിയത്. കൊച്ചി നഗരത്തിൽ ഉൾപ്പെടെ ഫ്ലക്സ് ബോർഡുകൾ പൂർണ്ണമായും നീക്കം ചെയ്തു. പ്രധാന നഗരങ്ങളിൽ നിന്ന് ഫ്ലക്സുകൾ പൂർണ്ണമായും ഒഴിഞ്ഞു. 24 പരിശോധിക്കുന്നു. വിവിധ ഇടങ്ങളിൽ നിന്ന് 24 പ്രതികൾ ചേരുന്നു. തിരുവനന്തപുരത്ത് നിന്ന് MG പ്രതീഷ്, അതുപോലെ കോഴിക്കോട് നിന്ന് രാഹുൽ സുരേഷും ചേരുകയാണ്. ആദ്യം പ്രതീഷിലേക്ക്. ഗുഡ് മോർണിംഗ് ടു ഓൾ ഓഫ് യു. പറയൂ പ്രതീഷ്, അവിടെ തിരുവനന്തപുരത്ത് എന്താണ് അവസ്ഥ? ഗുഡ് മോർണിംഗ്. ഹൈക്കോടതിയുടെ ഒരു അന്ത്യശാസനം വന്നതോടുകൂടിയാണ് വളരെ വൈകിയെങ്കിലും സർക്കാരിന്റെ ഭാഗത്ത് നിന്ന് അത്തരത്തിലൊരു നടപടിയിലേക്ക് കടന്നത്. അനധികൃത ഫ്ലക്സ് ബോർഡുകൾ, ബാനറുകൾ, കൊടിതോരണങ്ങൾ എന്നിവ കർശനമായി നീക്കം ചെയ്യണമെന്നതായിരുന്നു ഹൈക്കോടതിയുടെ നിർദ്ദേശം. ഇതിന് പിന്നാലെയാണ് തദ്ദേശ സ്ഥാപനങ്ങൾക്ക് സർക്കാർ തന്നെ നിർദ്ദേശം നൽകിയത്. തിരുവനന്തപുരത്തെ ഒരു ചിത്രമെടുത്താൽ ഈ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി വലിയ തരത്തിലൊരു പരിശോധന തിരുവനന്തപുരം ജില്ലയുടെ പല ഭാഗങ്ങളിലും ഉണ്ടായിരുന്നു. അത് നഗരമേഖലകളിലും ഒപ്പം ഗ്രാമമേഖലകളിലടക്കം തദ്ദേശ സ്ഥാപനങ്ങളുടെ നേതൃത്വത്തിൽ ഈ ഫ്ലക്സ് ബോർഡുകൾ വ്യാപകമായി നീക്കം ചെയ്തിട്ടുണ്ട്. നമുക്ക് ഈ ദൃശ്യങ്ങളിൽ കാണുന്നത് തിരുവനന്തപുരം പാളയത്ത് നിന്നുള്ള ദൃശ്യങ്ങളാണ്. പാളയം സെക്രട്ടേറിയറ്റ്, കിഴക്കേക്കോട്ട, PMG അടക്കമുള്ള സ്ഥലങ്ങളിൽ സ്ഥാപിച്ചിരുന്ന ഫ്ലക്സ് ബോർഡുകൾ ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ ഉൾപ്പെടെ നീക്കം ചെയ്യുകയാണ് ഉണ്ടായത്. വളരെ വ്യാപകമായ രീതിയിലായിരുന്നു ഈ പാളയത്ത് ഉൾപ്പെടെ ഫ്ലക്സ് ബോർഡുകൾ രാഷ്ട്രീയ പാർട്ടികളും സർക്കാരിന്റെ വിവിധ വകുപ്പുകളും സ്ഥാപിച്ചിരുന്നത്. പക്ഷേ ഈ ഹൈക്കോടതിയുടെ അന്ത്യശാസനം വന്നതോടുകൂടി തന്നെയാണ് തദ്ദേശ വകുപ്പ് ഇടപെട്ട ഉദ്യോഗസ്ഥർ എത്തി ഫ്ലക്സുകൾ വലിയ ലോറികളിൽ കയറ്റി കൊണ്ടുപോയിരിക്കുന്നത്. നിലവിൽ തിരുവനന്തപുരത്തിലെ നഗരമേഖലകൾ പരിശോധിച്ചാൽ ഫ്ലക്സുകൾ ഏകദേശം 95% നീക്കം ചെയ്തു എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഈ കഴിഞ്ഞ ദിവസങ്ങളിലാണ് പ്രധാനമായും കൂടുതൽ ഫ്ലക്സ് ബോർഡുകളും നീക്കം ചെയ്തത്. അതിലേക്ക് നയിച്ചതിന്റെ കാരണം ഈ തദ്ദേശ വകുപ്പ് പ്രിൻസിപ്പൽ ഡയറക്ടർ കഴിഞ്ഞ ദിവസങ്ങളിൽ ഉത്തരവിട്ടിരുന്നു. അതായത് ഈ ഫ്ലക്സ് ബോർഡുകൾ നീക്കം ചെയ്തില്ലെങ്കിൽ അതിന്റെ പിഴ തദ്ദേശ ഭരണ സെക്രട്ടറിമാരിൽ നിന്ന് ഈടാക്കുമെന്ന കർശനമായ നിർദ്ദേശമാണ് സർക്കാർ നൽകിയത്. ഇതോടുകൂടി തന്നെയാണ് അത്തരത്തിലൊരു ഇടപെടൽ സർക്കാരിന്റെ ഭാഗത്തു നിന്നുണ്ടായത്. പക്ഷേ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ഇത്തരത്തിൽ ഹൈക്കോടതിയുടെ നിർദ്ദേശങ്ങൾ വരുമ്പോൾ മാത്രമാണ് സർക്കാർ സ്ഥാപനങ്ങൾ ഉണർന്ന് പ്രവർത്തിക്കുക, അല്ലെങ്കിൽ ഈ ഫ്ലക്സ് ബോർഡുകൾ നീക്കം ചെയ്യാനുള്ള നടപടികളിലേക്ക് കടക്കുന്നത്. ഈ ഒരു വിഷയം ഒന്ന് തണുക്കുന്നതോടുകൂടി തന്നെ വീണ്ടും നിരത്തുകളിൽ ഫ്ലക്സ് ബോർഡുകൾ അണിനിരക്കുന്ന കാഴ്ചകൾ തന്നെയാണ് കാണുന്നത്. ഇതിൽ ഏറ്റവും കൂടുതൽ സർക്കാരിന്റെ വിവിധ വകുപ്പുകൾ സ്ഥാപിക്കുന്ന ഫ്ലക്സ് ബോർഡുകളാണ്. അനധികൃതമായും നിയമങ്ങൾ ലംഘിച്ചുകൊണ്ടുള്ള ഫ്ലക്സ് ബോർഡുകളാണ് പല ഇടങ്ങളിലും സ്ഥാപിക്കുന്നത്. ഇതിനൊപ്പം തന്നെ സർക്കാരിന്റെ വിവിധ പരിപാടികളുമായി ബന്ധപ്പെട്ട ഫ്ലക്സ് ബോർഡുകൾ സ്ഥാപിക്കുന്നുണ്ട്. ഈ രാഷ്ട്രീയ പാർട്ടികളുടെ ഫ്ലക്സ് ബോർഡുകൾ പലയിടങ്ങളിലും സ്ഥാപിക്കുന്നു. ഇതൊക്കെ തന്നെ ഈ പൊതുജനങ്ങളുടെ സ്വൈര്യവിഹാരം നഷ്ടപ്പെടുത്തിക്കൊണ്ടാണ് പലപ്പോഴും ഈ ഫ്ലക്സ് ബോർഡുകൾ പലയിടങ്ങളിലും സ്ഥാപിക്കുന്നത്. വഴി ഉൾപ്പെടെ തടഞ്ഞുകൊണ്ടുള്ള ഒരു നടപടിയാണ്. അതോടുകൂടി തന്നെയാണ് എന്തായാലും ഹൈക്കോടതി ഇടപെട്ടത്. ഇപ്പോൾ ഈ തിരുവനന്തപുരം നഗരത്തെ സംബന്ധിച്ച് ഒരു 95% ഫ്ലക്സ് ബോർഡുകൾ നീക്കം ചെയ്തിട്ടുണ്ട്. താങ്ക് യു. ഇനി നമുക്കിപ്പം ചേരുന്നത് രാഹുൽ സുരേഷാണ് കോഴിക്കോട് നിന്ന്. രാഹുൽ, ഗുഡ് മോർണിംഗ്. രാഹുൽ, കോഴിക്കോട് നഗരത്തിൽ എന്താണ് അവസ്ഥ? ഫ്ലക്സ് ബോർഡുകളൊക്കെ ഒരുവിധം ഒഴിഞ്ഞു പോയോ? ഗുഡ് മോർണിംഗ്. രാവിലെ നമ്മുടെ കോഴിക്കോട് നഗരം മൊത്തത്തിലൊന്ന് കറങ്ങി. പക്ഷേ ഭൂരിഭാഗം ഫ്ലെക്സ് ബോർഡുകൾ മാറ്റിയിട്ടുണ്ട്. 95% ഫ്ലെക്സ് ബോർഡുകൾ മാറ്റിയിട്ടുണ്ട് എന്നാണ് നഗരസഭയുമായി ബന്ധപ്പെടുമ്പോൾ മേയർ തന്നെ പറയുന്നത്. ഏതാണ്ട് മേയർ പറയുന്ന കണക്കനുസരിച്ച് 950-ലേറെ ഫ്ലെക്സ് ബോർഡുകളാണ് കഴിഞ്ഞ 18 ദിവസത്തിനുള്ളിൽ കോഴിക്കോട് നഗരസഭാ പരിധിയിൽ മാറ്റിയിട്ടുള്ളത്. 10 ദിവസത്തിനകം ഈ ഫ്ലെക്സ് ബോർഡുകൾ വെച്ച ആളുകളോട് പിഴയടയ്ക്കാനാണ് നിലവിൽ നിർദ്ദേശം നൽകിയിട്ടുള്ളത്. 65 ലക്ഷം രൂപയാണ് പിഴയായി കോഴിക്കോട് നഗരസഭ ഈ ഫ്ലെക്സ് ബോർഡുമായി ബന്ധപ്പെട്ട് ഈടാക്കാൻ പോകുന്നത്. പരമാവധി ഒരാളിൽ നിന്നും 5000 രൂപ വരെയാണ് പിഴയായി ഈടാക്കുന്നതെന്നാണ് പറയുന്നത്. ആരോഗ്യ, റവന്യൂ, നഗരാസൂത്രണ വകുപ്പുകളുടെ സംയുക്ത ആഭിമുഖ്യത്തിലായിരുന്നു ഈ 18 ദിവസം നീണ്ട ഒരു ഡ്രൈവ് കോഴിക്കോട് നഗരത്തിൽ നടന്നുകൊണ്ടിരുന്നത്. പിഴ അടച്ചില്ലെങ്കിൽ ക്രിമിനൽ നടപടികളിലേക്ക് കടക്കുമെന്നാണ് പറയുന്നത്. നമ്മളിപ്പോൾ ഉള്ളത് കളക്ടറേറ്റിന് മുന്നിലാണ്. നഗരത്തിലെ ഭൂരിഭാഗം ഫ്ലെക്സ് ബോർഡുകൾ നീക്കിയിട്ടുണ്ടെങ്കിലും ഈ കളക്ടറേറ്റിലേക്ക് കടന്നു വരുന്ന ഈ കോമ്പൗണ്ടിന്റെ ഭാഗങ്ങളിൽ ഫ്ലെക്സ് ബോർഡുകൾ ഇപ്പോഴും തുടരുന്നുണ്ട് എന്നാണ് പറയുന്നത്. അതേസമയം പൊതു റോഡുകളിലെയും നടപ്പാതകളിലെയും കൈവരികളിലെയും ഫ്ലെക്സ് ബോർഡുകൾ ഏതാണ്ട് പൂർണ്ണമായി മാറ്റിയിട്ടുണ്ട്. നമുക്ക് ഈ കളക്ടറേറ്റിന് മുന്നിലെ ചില ദൃശ്യങ്ങളിലേക്ക് പോവുകയാണെങ്കിൽ ഏതാനും ദിവസങ്ങൾ മുമ്പ് നടന്ന പരിപാടിയുമായി ബന്ധപ്പെട്ട് വെച്ച ഫ്ലെക്സ് ബോർഡുകളാണ് ഇപ്പോഴും ഇവിടെയുള്ളത്. കേരള NGO സംഘിന്റെ നേതൃത്വത്തിൽ നടത്തിയ സംസ്ഥാന സമ്മേളനത്തിന്റെ ഫ്ലെക്സ് ബോർഡ് ഇരിക്കുന്നു. ഇത് 2024 ജൂലൈ 11, 12, 13 തീയതികളിൽ നടത്തിയ പരിപാടിയുടെയാണ്. മറ്റൊന്ന് സംസ്ഥാന ജീവനക്കാരുടെ അധ്യാപകരുടെ സെക്രട്ടേറിയറ്റ് ജില്ലാ മാർച്ചുമായി ബന്ധപ്പെട്ട് ഡിസംബർ 6 നടത്തിയ ഒരു മാർച്ചിന്റെ ഫ്ലെക്സ് ബോർഡ് ഇപ്പോഴും ഈ
കളക്ട്രേറ്റിന് മുന്നിലിരിക്കുന്നുണ്ട്. അങ്ങനെ കളക്ട്രേറ്റിന് കോമ്പൗണ്ടിനുള്ളിൽ ഇപ്പോഴും ഫ്ലെക്സ് ബോർഡുകൾ ഉണ്ട് എന്നതാണ് എടുത്തു പറയേണ്ട പ്രധാനപ്പെട്ട കാര്യം. പക്ഷേ നഗരത്തിനുള്ളിൽ ആളുകൾ ഏറ്റവും കൂടുതൽ യാത്ര ചെയ്യുന്ന വഴിയോരങ്ങളിൽ, നടപ്പാതകളിൽ ഒന്നും തന്നെ ഫ്ലെക്സ് ബോർഡുകൾ ഇല്ല. ഈ ബോർഡുകൾ ഇപ്പോഴും ഇവിടെ തന്നെ തുടരുന്നുണ്ട്. ഇത് സംബന്ധിച്ച് മറുപടി പറയേണ്ടത് ജില്ലാ ഭരണകൂടമാണ്, നഗരസഭയാണ്. താങ്ക് യു രാഹുൽ സുരേഷ്. എന്നാലും കേരളത്തിലെ കോടതി നിശ്ചിതമായ തീരുമാനമായി മുന്നോട്ട് വന്നപ്പോൾ പല ഫ്ലക്സ് ബോർഡുകളും അപ്രത്യക്ഷമായി എന്നുള്ളതാണ് നല്ല കാര്യമാണ്. യഥാർത്ഥത്തിൽ വഴിയാത്രക്കാർക്കൊക്കെ വലിയ ബുദ്ധിമുട്ടുണ്ടാകുന്ന ഫ്ലക്സ് ബോർഡുകൾ ഉണ്ടായിരുന്നു, അതൊക്കെ മാറി എന്നാണ് ഇപ്പോൾ വരുന്നത്.